ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫോട്ടോയിലൊക്കെ ഇപ്പോൾ നമ്മളൊരു ക്രൗഡിൻ്റെ മുന്നിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില അൺവാണ്ടഡ് ഒബ്ജക്റ്റ് നമ്മുടെ ഫോട്ടോയിലുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ അതൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പം അത് മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഇമേജ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഈ റിമൂവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഏത് ഒബ്ജക്റ്റാണോ നമ്മുടെ ഫോട്ടോയിൽ നിന്ന് റിമൂവ് ആക്കേണ്ടത് അത് നമുക്ക് ഇങ്ങനെ റിമൂവ് ആക്കി എടുക്കാം. എന്നിട്ട് ഇവിടെ ഈ റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ റിസൾട്ടിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ഇവിടെ ഇത് ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇമേജ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂം ചെയ്ത് നോക്കിയാൽ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും ഒരു ഫോട്ടോ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ വേറെ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ എറേസ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എറേസ് ചെയ്യാനാണെങ്കിൽ അതും പറ്റും. പിന്നെ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ അവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, കണ്ടോ. നമ്മൾ ഇമേജ് ആഡ് ചെയ്ത സമയത്ത് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം. അതായത് ഇവിടെ എന്തെങ്കിലും വാട്ടർമാർക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ മേലെ കാണുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ക്ലാരിറ്റിയൊക്കെ 4Kയിലും 2Kയിലും ഒക്കെ നമുക്ക് അതുപോലെ PNG ആണോ JPG ആണോ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ JPG വെച്ചിട്ടാണ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഇമേജ് റിമൂവ് ചെയ്തേക്കുന്ന പിക്ക് നമ്മൾ ആ ലൈറ്റ് മോഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കപ്പിൾസിൻ്റെ ഇമേജ് റിമൂവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കവിടെ വേറൊരു പിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു PNG പിക്ക് ഇത് ഞാൻ ഇമേജ് ലെൻസ്മാനിന് വഴി ഡൗൺലോഡ് ചെയ്തതാണ്. ജസ്റ്റ് ഈ ഒരു പിക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോ വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്സൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഒരു വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ കപ്പിൾസിനെ മാറ്റിയിട്ട് ഇങ്ങനെ മാറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് അതുപോലെ എഡിറ്റിംഗ് ട്രിക്കുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരും കയറിയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കിടിലൻ ആപ്ലിക്കേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.